സുപ്രീം കോടതി കൊളീജിയത്തിൻ്റെ അത്യപൂർവമായ ഒരു നടപടി കേട്ടോ, അത് ഇന്ന് മാധ്യമങ്ങൾ കാണാനിടയായി. അത്യപൂർവം എന്ന് ഞാൻ പറയാൻ കാരണം, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറില്ല. കൊളീജിയം ഒരു തീരുമാനമെടുക്കും. കൊളീജിയം എന്ന് പറയുന്നത്, സുപ്രീം കോടതിയിലെ കൊളീജിയം എന്ന് പറയുന്നത് 5 ജഡ്ജിമാരടങ്ങുന്നതാണ്, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. അവരൊരു തീരുമാനം സാധാരണഗതിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാറില്ല. കാരണം വളരെ ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത്, അങ്ങനെയാണ് വേണ്ടതും. അപ്പോൾ അത് രണ്ടാമത് അത് ഗവൺമെൻറ് അത് അംഗീകരിക്കത്തില്ലെങ്കിൽ വീണ്ടും ആ തീരുമാനം അവർ വീണ്ടും എടുത്തയക്കും. അടുത്ത 2 പ്രാവശ്യം അയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തേ പറ്റുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്യാതെ ആളുകൾ റിട്ടയർ ചെയ്യുന്നവരെ കാത്തിരുന്ന കാര്യം നമുക്കറിയാം പലപ്പോഴും. അതെല്ലാം അത് ഗുജറാത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് ഉണ്ടായത്. ഒരു ജഡ്ജിയെ അയാൾക്ക് കൊടുക്കരുത് എന്നങ്ങ് തീരുമാനിച്ചു. അവർ തീരുമാനിച്ച് ഇരിക്കും, കേന്ദ്രം ഇരിക്കും, നോക്കിയിരിക്കും. ഇത്രാം തീയതിക്കകം കൊടുക്കണമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കൊളീജിയത്തിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ട്. ആ റെക്കമെൻഡേഷൻ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വെച്ചുകൊണ്ടിരിക്കും. അവസാനം അത് കൊടുക്കുകയല്ല. അങ്ങനെ അയാൾ റിട്ടയർ ചെയ്ത് പോയ ഒരു സംഭവം വരെ ഉണ്ട്. ഒരാളെ അല്ല, ഒരുപാട് പേരെടുത്ത് ആ പണി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായ നടപടി എന്ന് പറയുന്നത്, അതുൽ ശ്രീധർ എന്ന് പറയുന്ന ഒരു മലയാളി, അദ്ദേഹം മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ജഡ്ജിയായി. ഇവിടുന്ന് ജഡ്ജിയായിട്ട് അങ്ങോട്ട് പോയതൊന്നുമല്ല, അവിടെ പ്രാക്ടീസ് ചെയ്ത് മലയാളിയായിപ്പോയെന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം അവിടെ ആയിരുന്നു, അവിടെ പ്രാക്ടീസ് ചെയ്തു. അവിടുന്ന് തന്നെ എലിവേറ്റ് ചെയ്യപ്പെട്ടു ഹൈക്കോടതി, അവിടുത്തെ ഹൈക്കോടതി ജഡ്ജിയായി. ഇപ്പോൾ കുറച്ച് സീനിയോറിറ്റി ആയിട്ടുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ഇരുന്നപ്പോൾ അതുൽ ശ്രീധറിനെ സുപ്രീം കോടതി ഒന്ന് സ്ഥലം മാറ്റി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് മാറ്റാനായിട്ടൊരു തീരുമാനമെടുത്തു. അവിടെ പോയാലുള്ള പ്രയോജനം എന്ന് പറയുന്നത്, അവിടെ ഈ ആളുകളുടെ എണ്ണം കുറവാണ് ജഡ്ജിമാരുടെ. അങ്ങനെ വരുന്നുണ്ടേ അതുൽ ശ്രീധർ അവിടെ സെക്കൻഡാവും, രണ്ടാമനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ചീഫ് ജസ്റ്റിസ് ആകാൻ ആയിട്ടുള്ള ഒരു മാർഗം അദ്ദേഹത്തിന് തുറന്നു കിട്ടും. ആ രീതിയിലാണ് പലരും ട്രാൻസ്ഫർ വാങ്ങിച്ച് അങ്ങനെ പോകാറുണ്ട്. ചിലർ നോക്കിയിരിക്കും, ചില ഹൈക്കോടതിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ചിലപ്പോൾ നമ്മുടെ ഇവിടെ ഒരു 5ഓ 10ഓ ആയിരിക്കും, 10ാമത്തെ ആളായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2ാമനോ 1ാമനോ ആവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സ്ഥലമാറ്റം ചോദിച്ച് വാങ്ങിപ്പോകുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുൽ ശ്രീധറിന് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് ഒരു സ്ഥലമാറ്റത്തിന് കൊളീജിയം തീരുമാനമെടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിന് വേറൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, ഒരു നല്ല ജഡ്ജിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പം. വളരെ അന്തസ്സായിട്ട് പെരുമാറും. അതുമാത്രമല്ല, വളരെ ഒരു കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കും. അതൊരു ജഡ്ജിക്ക് വേണ്ടതുമാണ്. അത് അവിടെ വിജയ് ഷാ എന്ന് പറയുന്ന ഒരു മന്ത്രി വളരെ പ്രശസ്തനാണ്. അതോ കുപ്രശസ്തനാണോ അത് നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടാൽ മതി. അത് മധ്യപ്രദേശിലുണ്ട്. അയാൾ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ, സോഫിയ ഖുറേഷി, അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ഉള്ള വിവരണം, അതായത് മാധ്യമങ്ങൾക്ക് നൽകിയ 2 വനിതകളുണ്ട്. ധീര വനിതകളാണ്, നമ്മുടെ മിലിറ്ററിയുടെ ഭാഗമായിട്ടുള്ള 2 പേര്. അതിൽ കേണൽ സോഫിയ ഖുറേഷി, അവരൊരു മുസ്ലിമാണ്. അതാണ് അവരുടെ പ്രശ്നം. അവരെയാണ് യഥാർത്ഥത്തിൽ ഇതിന് നിയോഗിച്ചതും നന്നായിട്ട് അവർ അത് കൈകാര്യം ചെയ്തു. നന്നായിട്ട് സംസാരിച്ചതാണ്, പറഞ്ഞതുമാണ്, ലോകം മുഴുവൻ കണ്ടതുമാണ്. അപ്പോൾ സോഫിയ ഖുറേഷിക്കെതിരെ വളരെ മോശമായിട്ടുള്ളൊരു പരാമർശം ഈ വിജയ് ഷാ നടത്തി കഴിഞ്ഞപ്പോൾ അത് വലിയ ഒച്ചപ്പാടായി, വലിയ പ്രശ്നമായി. അയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ഉത്തരവ് കൊടുത്തത് നമ്മുടെ ഈ ജസ്റ്റിസ് അതുൽ ശ്രീധറാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് വളരെ സ്നേഹം വരുമല്ലോ. ഇത് ആരും അറിയത്തില്ല, ഇത് പുറത്ത്. പക്ഷെ ഇപ്പോൾ ഈ വാർത്ത പുറത്തറിയുന്നു. അത് മനഃപൂർവ്വം ചീഫ് ജസ്റ്റിസ് പുറത്തറിയിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇത് അയാളെ അങ്ങോട്ട് മാറ്റാൻ ഒക്കത്തില്ല, ഛത്തീസ്ഗഡിലോട്ട് മാറ്റാൻ ഒക്കത്തില്ല. അതിന് പകരം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ പറഞ്ഞു. അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയാൽ 5ാമനോ 6ാമനോ ആവും. ഇതാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധമായിട്ട് ഇയാളുടെ സ്ഥലമാറ്റം അദ്ദേഹത്തിന് ഇവിടെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ വേണ്ട, നേരെ മറിച്ച് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അയക്കണം. കാരണം അതുൽ ശ്രീധർ ഒരു കാരണവശാലും ഒരു ചീഫ് ജസ്റ്റിസോ
ആവാൻ പാടില്ല, അല്ലെങ്കിൽ സുപ്രീം കോടതി പോകാൻ പാടില്ല. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ വൃത്തികേട് കാണിച്ചത്. ഏതായാലും അത് നിർബന്ധമായി. അതായത് ഇപ്പോൾ എല്ലാവരും കേക്കെ സോഫിയ ഖുറേഷിക്ക് അങ്ങനെ പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞോ, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നെല്ലാം പറയും. പക്ഷേ കാര്യം വരുമ്പോൾ എന്തോന്നറിയാം, കാര്യം വരുമ്പം ഈ പറഞ്ഞ ആളുടെ കൂടെ നിൽക്കും. അയാളെ എത്ര വിവരം കെട്ടവൻ വിളിച്ച് വിവരക്കേട് പറഞ്ഞാലും അവനെ പൊക്കിക്കൊണ്ട് നടക്കാൻ നിൽക്കും. അയാൾ ഒരു മന്ത്രി പോയി, മന്ത്രിക്ക് എന്തുവാ നാക്കിനെല്ലില്ലേ? മന്ത്രിക്ക് ഇതുപോലെയാണോ ചെയ്യേണ്ടത്? ഈ രീതിയിലാണോ പെരുമാറേണ്ടത്? അത് സോഫിയ ഖുറേഷിക്കെതിരെ മോശമായൊരു പരാമർശം നടത്തി, അതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടു. എല്ലാവരും വിമർശിച്ചു, കേന്ദ്ര ഗവൺമെൻറ് വിമർശിച്ചു. പക്ഷേ അയാൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. കാരണം അയാൾക്കെതിരെ പറഞ്ഞ ജഡ്ജിയെ അയാൾക്ക് സ്ഥലം മാറ്റം, അതാണ് ഈ പ്രശ്നം. അതിൽ വന്നപ്പോൾ ആ കളിയാണ് കളിച്ചത്. അപ്പോൾ അവസാനം ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ, ജസ്റ്റിസ് ഗവായി, ബി ആർ ഗവായി, അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം പുറത്ത് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അത്യപൂർവമാണെന്ന്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. സൗകര്യമില്ല മാറ്റി കൊടുക്കാൻ, അത് ഇന്നതുപോലെ അവിടെ തന്നെ വേണം എന്ന് പറയണ്ടേ? അതിന് പറയുന്നതിന് പകരം മാറ്റിക്കൊടുത്ത് അവിടെ അലഹബാദിലേക്ക് മാറ്റിയിട്ട് വിളിച്ചു പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം മൂലമാണെന്ന് പറയുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് കാരണം അത് അങ്ങനെ കൊളീജിയം വഴങ്ങുന്ന ഒരിടപാട് ഇപ്പം ഞാൻ കണ്ടു. അത് അത്യപൂർവമായൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജുഡീഷ്യറി സ്വതന്ത്രമാണോ? ജുഡീഷ്യറി സ്വതന്ത്രമാണോ ആകണമെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ കൈകടത്തൽ അതിലൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇതേപോലാണ് കൊള്ളാവുന്ന പല ജഡ്ജിമാരും അവരെ സർവീസിൽ നിന്ന് ഡോർമൻ അനങ്ങാതെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് നരച്ച് അവിടെ സ്ഥലം ഇറങ്ങിപ്പോകും. മേലേക്ക് അവർക്ക് പടികൾ കിട്ടുന്നില്ല. കഴിവുണ്ട്, പക്ഷേ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്താ കാര്യം? ധൈര്യമായിട്ട് അവരുടെ നടപടിക്രമങ്ങൾ അവർ പാലിക്കുന്നു, ധൈര്യമായിട്ട് അവരവർ ജോലി ചെയ്യുന്നു. അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് രക്ഷയില്ല. ഒരുപാട് നമുക്ക് കാണാവുന്നതാണ്. ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു ജൂറിസ്ഡിക്ഷൻ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, നന്നായിട്ട് ചെയ്യുന്നു. അപ്പോൾ അയാൾ നല്ലതായിട്ട് ചെയ്യുന്നെന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, ചിലർക്ക് സഹിക്കത്തില്ല. ഉടനെ പെട്ടെന്ന് ആ ജൂറിസ്ഡിക്ഷൻ അങ്ങ് മാറ്റും. ആ രീതിയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കിട്ടും. പക്ഷേ ഈ കൊളീജിയം ഗവൺമെൻറ് സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു എന്നുള്ള തുറന്നു പറച്ചിലെന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യറിയുടെ ആ ഇൻഡിപെൻഡൻസിനെതിരെയുള്ള ഒരു അപജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പാടില്ലായിരുന്നു. കാരണം ഇത് കേന്ദ്ര ഗവൺമെൻറ് അല്ല ആര് പറഞ്ഞാലും ശരി, ഈ തീരുമാനം മാറ്റാൻ പറ്റത്തില്ല, ഇങ്ങനെ തന്നെ വേണം എന്ന് പറയും. അല്ലെങ്കിൽ അയാളെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, തീർന്നു, അത്രയേ ഉള്ളൂ. മാറ്റണമെങ്കിൽ ഇന്നടത്തോട്ട് തന്നെ മാറ്റണം, ഇല്ലെങ്കിൽ മാറ്റുന്നില്ല, മതിയല്ലോ. അല്ലേ അതും പറയാം, അതും വേണ്ട, ഞങ്ങൾ അവിടെ തന്നെ മാറ്റാൻ പറഞ്ഞത് ആലോചിച്ച് പറഞ്ഞാണ് അയാളെ അവിടേക്ക് മാറ്റണം എന്ന് സുപ്രീം കോടതി കൊളീജിയം രണ്ടാമത് പറയണമായിരുന്നു. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതുകൊണ്ട് ഈ നല്ല കാര്യം ചെയ്ത ഒരു ജഡ്ജി അയാളെ കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദത്തിന് വഴങ്ങി അവർ പറയുന്നിടത്തോട്ട് എടുത്ത് അടിക്കാതിരുന്നില്ല വേണ്ടത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്ത തെറ്റ് ഒരു ശരിയായ സന്ദേശമല്ല ഇതിൽ സുപ്രീം കോടതി കൊടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാനിത് പറയുന്നത്, ഇത് ജുഡീഷ്യൽ സൈഡിൽ ഒരു തീരുമാനത്തിനെയാണെന്നുണ്ടെങ്കിൽ കോർട്ട് ലക്ഷ്യം വരും. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ള ഒരു തീരുമാനമായതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പറഞ്ഞത്.